ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. മക്കളെ, നിങ്ങളുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ നീറ്റിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ കുറെ റെക്കമെൻഡേഷൻസ് വരികയും അതേപോലെ കുറെ പേര് പേഴ്സണലി നമ്മുടെ വാട്സാപ്പിലേക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് മെയിൻസ് എക്സാമിന് വേണ്ടി, അതായത് അതിന്റെ ഫസ്റ്റ് സെഷൻ ഈ വരുന്ന ജാനുവരി 22 സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് ഇനി എക്സാമിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ സാറേ, ഫൈനലി നമുക്കൊരു മാസ്റ്റർ സ്റ്റഡി പ്ലാൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ച് കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറെ പേര് ആ വീഡിയോയുടെ താഴെ കമന്റും ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് തോന്നി എന്തായാലും നീറ്റിലെ കുട്ടികളെ നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്തപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സപ്പോർട്ട് ചെയ്യാൻ നമ്മളാലാവും വിധം ഒരു നല്ലൊരു പ്ലാൻ ഇനിയും ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട. അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് ചുമ്മാ ഒരു പ്ലാൻ ഒപ്പിച്ചെടുത്തതല്ല. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രീവിയസ് ഇയറിൽ ഈ എക്സാംസ് ക്രാക്ക് ചെയ്ത സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ട്. ആ അനാലിസിസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ആ അനാലിസിസ് ഒന്ന് ജസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുകയും അതിൽ കൂടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്, ഇനിയുള്ള 10 ദിവസം നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം, ഈ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിലേക്ക് കടക്കാം. മക്കളെ, നമുക്കറിയാം മെയിൻസ് 2025 2 സെഷൻസ് ആയിട്ടാണ് നടക്കുന്നത്. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി 22 അല്ലെ. അത് ഫസ്റ്റ് സെഷൻ പേപ്പർ 1 ജാനുവരി 22, 23, 24 ആൻഡ് 28, 29 ഡേറ്റിലാണ് നടക്കുന്നത്. അതുപോലെ അതിന്റെ പേപ്പർ 2 വരുന്നത് ജാനുവരി 30 സെഷൻ 2 വരുന്നത് ഏപ്രിൽ 1 തൊട്ട് 8 വരെയാണ്. പേപ്പർ 1 and 2 എക്സാം നടക്കാനുള്ള സാധ്യതകൾ പറയുന്നത് 1 to 8 ആണ്. ഏപ്രിൽ 1 to 8 ആണ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒഫീഷ്യലി. അപ്പം എക്സാം ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, അറിഞ്ഞ കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾക്കൊരു പ്ലാൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പൊ നമ്മൾ 2025 ആ പ്ലാൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് കഴിഞ്ഞ 5 വർഷത്തെ, അതായത് 2020 തൊട്ട് 2024 വരെയുള്ള പ്രീവിയസ് 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് അല്ല, ഈ ക്വസ്റ്റ്യൻ ഓരോ വർഷവും എത്ര വെയിറ്റേജ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ടോട്ടലി എത്ര വെയിറ്റേജ്, അതിൽ ഏത് ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കി വെച്ച് നമുക്കൊരു അടിപൊളി സ്റ്റഡി പ്ലാനോടെ സെറ്റ് ചെയ്യാം. സോ എല്ലാവരും ഈ സ്റ്റഡി പ്ലാൻ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഈ 10 ദിവസം പഠിച്ചാൽ കിട്ടും എന്നല്ല. ഒബ്വിയസ്ലി ഈ സ്റ്റഡി പ്ലാൻ ആർക്കാ, ഒന്നും അറിയാത്ത കുട്ടിക്കല്ല. ഈ സ്റ്റഡി പ്ലാൻ ഒബ്വിയസ്ലി നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ള ഫൈനൽ ഒരു റൗണ്ടിന് വേണ്ടി, ഫൈനൽ റിവിഷന് വേണ്ടി ഇരിക്കുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്തുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. നിങ്ങൾക്ക് അറിയാം, 10 ദിവസം എന്ന് പറയുന്നത് നമുക്കൊരു റിവിഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. അപ്പൊ അതിന് നിങ്ങളെ എങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ +1 പാർട്ട് 1 ടെക്സ്റ്റിന് ചോദിച്ചിരിക്കുന്ന ചാപ്റ്ററുകളുടെ ഓർഡർ, അതായത് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് തൊട്ട് ഗ്രാവിറ്റേഷൻ വരെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 76, 177 അങ്ങനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ വരുന്നത്? നമുക്കറിയാം, ഒരു വർഷത്തെ മെയിൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സെഷൻസ് ആയിട്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, എക്സാം എന്ന് പറയുന്നത് 2 സെഷൻസ് വരുന്നുണ്ട്. സെഷൻ 1 വരുന്നുണ്ട്, സെഷൻ 2 വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ സെഷൻസിനും 2 ഷിഫ്റ്റുകൾ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ഫിസിക്സ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തെ എക്സാം 600-ലധികം ക്വസ്റ്റ്യൻ, 600 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിലേക്ക് എത്തുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒരു ഫസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ദിവസമാണ്. ആ ഫസ്റ്റ് പേപ്പർ 5 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഷിഫ്റ്റ് വരും. അപ്പൊ 5 × 2 10 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് മാറി. അങ്ങനെ ജാനുവരിയിലും ഏപ്രിലൂടെ വരുമ്പോഴത്തേക്ക് 20 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് മാറി. ഒരു എക്സാമിന് 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ 30 × 20 എന്ന് പറഞ്ഞാൽ 600 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ അത് ഒരു വർഷം, അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തെ 600 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3000 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ അടുത്തെത്തുന്നത്. സത്യം പറഞ്ഞാൽ ആ 3000 ക്വസ്റ്റ്യൻസ് മാത്രം പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടെന്നല്ല, പക്ഷെ ആ 3000 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമ്മൾക്ക് എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാവും. ഏതൊക്കെ ചാപ്റ്ററിനാണ് വെയിറ്റേജ് കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏത് ഏരിയയിൽ നിന്നാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ് നൗ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പോലെ
യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 76 ക്വസ്റ്റ്യൻ ആണ് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ചോദിച്ചിരിക്കുന്നത്. എല്ലാ സെഷനിലൂടെ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. കൈനമാറ്റിക്സ്, അതായത് 1 ഡയമെൻഷൻ ആൻഡ് 2 ഡയമെൻഷൻ 177 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ആലോചിച്ചേ, 177 ക്വസ്റ്റ്യൻ. നിങ്ങളുടെ +1 ആ മുഴുവൻ ടെക്സ്റ്റുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ആ പാർട്ട് 1 മുഴുവൻ ടെക്സ്റ്റൂടെ നോക്കിയാൽ 2 ചാപ്റ്റർ ഉണ്ട്, 2 ചാപ്റ്ററുടെ ക്ലബ് ചെയ്തിട്ട് 177 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ 177 ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഓൾമോസ്റ്റ് ആ ചാപ്റ്ററിലെ എല്ലാ ഏരിയയും കവറപ്പ് ആവേണ്ടതാണ്. അതേപോലെ ലോസ് ഓഫ് മോഷനിലേക്ക് എത്തുമ്പോൾ 117, വർക്ക് എനർജി 96, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ ഞാൻ ഈ പാർട്ട് 1 ടെക്സ്റ്റ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മെക്കാനിക്സ് എന്ന് പറയുന്ന ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെക്കാനിക്സിൽ തന്നെ നിങ്ങൾ ഏറ്റവും വെയിറ്റേജ് കൊടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് ഒരു ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആണ്. അതേപോലെ വേറൊരു ചാപ്റ്റർ 1 ഡയമെൻഷൻ ആൻഡ് 2 ഡയമെൻഷൻ ആണ്. അതേപോലെ അടുത്തൊരു ചാപ്റ്റർ വരുന്നത് റൊട്ടേഷണൽ മോഷൻ ആണ്. ഇനി എന്തുകൊണ്ട് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഞാൻ ആദ്യത്തെ വെയിറ്റേജ് കൊടുത്തു? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൈനമാറ്റിക്സ് 2 ചാപ്റ്ററോടെ ചേർന്ന് 177 ചോദിച്ചപ്പോൾ ഗ്രാവിറ്റേഷനിൽ നിന്ന് 130 ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ഗ്രാവിറ്റേഷൻ എന്താണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കാൻ കാരണം? ഗ്രാവിറ്റേഷന് വെയിറ്റേജ് കൊടുക്കാൻ കാരണം ബാക്കി ചാപ്റ്ററുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷൻ കമ്പാരിറ്റീവ്ലി പഠിച്ചെടുക്കാനോട് എളുപ്പമാണ്. 2, പഠിച്ചെടുക്കുന്ന എളുപ്പത്തിന്റെ കാര്യം മാത്രമല്ല, ഗ്രാവിറ്റേഷൻ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചെടുക്കാൻ വളരെ ഈസി ആവും. അപ്പൊ നമുക്ക് അവിടെ ഒരു ഡബിൾ ബെനിഫിറ്റ് കിട്ടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, ബാക്കിയുള്ള ചാപ്റ്റർ ഒഴിവാക്കണം എന്നല്ല, പക്ഷെ ഒരു കാരണവശാലും ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒഴിവാക്കരുത്. അതേ വെയിറ്റേജ് നമ്മൾ 1D ആൻഡ് 2Dക്ക് കൊടുക്കണം. ഒബ്വിയസ്ലി അത് കഴിഞ്ഞ് റൊട്ടേഷണൽ മോഷൻ കൊടുക്കണം. അതേപോലെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതൊക്കെയാണ് ആ ഒരു ഓർഡർ എങ്കിലും നമ്മൾക്ക് ഈ സ്പെസിഫിക് ചാപ്റ്ററുകൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇനി നിങ്ങളുടെ പാർട്ട് 2 ടെക്സ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, പാർട്ട് 2 ടെക്സ്റ്റിലേക്ക് എത്തുമ്പോൾ സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതൊരു 150 എബൗവിലേക്ക് പോകുന്നത്. 150 എബൗവിലേക്ക് പോകും. വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. പക്ഷെ ആ ചാപ്റ്ററിൽ ഞാൻ അൾട്ടിമേറ്റ്ലി വെയിറ്റേജ് കൊടുക്കുന്നത് തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറിക്കാണ്. നിങ്ങൾക്ക് അതിലേക്ക് ലിസ്റ്റിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറിയിൽ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പൊ ശ്രദ്ധിച്ചു നോക്ക്, 213 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 5 വർഷമായിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ 2 ചാപ്റ്റർ വരുന്നുണ്ട്. പക്ഷെ ആ 2 ചാപ്റ്ററിൽ നിന്നൂടെ 213 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഭയങ്കര വെയിറ്റേജ് കൊടുക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് അത്. നമുക്ക് ഹീറ്റ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി എന്നാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അത് എത്ര ക്വസ്റ്റ്യനിലേക്ക് എത്തി? 270+ എത്തുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, എനിക്ക് തോന്നുന്നു 275 ക്വസ്റ്റ്യൻസ് അത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ഉണ്ട്. മാത്രവുമല്ല, നിങ്ങൾ സോളിഡ്സുമായിട്ടും ഫ്ലൂയിഡ്സുമായിട്ടും, എസ്പെഷ്യലി പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഹീറ്റ്, തെർമോ, കൈനറ്റിക് തിയറി കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. സോ ക്ലാസ് 11 വോളിയം 2 എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ കൂടുതൽ വെയിറ്റേജ് ഇനിയും കൊടുക്കേണ്ടത് ഏത് ചാപ്റ്ററിനാണ്? ഹീറ്റ്, തെർമോ, കൈനറ്റിക് തിയറി എന്ന് പറഞ്ഞ ആ പോർഷന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. മറ്റേതിന് കൊടുക്കണ്ടെന്നല്ല, പക്ഷെ ഞാൻ ഒരു സ്പെസിഫിക് പിക്ക് നിങ്ങൾക്ക് തരികയാണ്. അതേപോലെ അടുത്ത വെയിറ്റേജ് ഞാൻ കൊടുക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അതേപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു ചാപ്റ്റർ ഒബ്വിയസ്ലി ഓസിലേഷൻ ആണ്. 93 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ 97 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ 93 ക്വസ്റ്റ്യൻ ചോദിച്ച ഓസിലേഷൻ ഫ്ലൂയിഡ്സിന്റെ വാലെ കെട്ടാനുള്ള ചാപ്റ്റർ അല്ല എന്ന് ഞാൻ പറയും. അതായത് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. സോ ഓസിലേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം മക്കളെ. അപ്പൊ അങ്ങനെ നമുക്ക് അതൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ +2 എത്തിയാൽ മക്കളെ, +2 എത്തിയാൽ ഞാൻ കണ്ണും കൂട്ടി നിങ്ങളുടെ പാർട്ട് 1 ടെക്സ്റ്റിലെ ഏത് ചാപ്റ്റർ നിങ്ങൾ ആദ്യം പഠിക്കണമെന്ന് ചോദിച്ചാൽ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നിങ്ങൾ ഒന്ന് സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 വലിയ 2 ചാപ്റ്ററുകളാണ്. പക്ഷെ ഈ 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്ത് പഠിച്ചാൽ പോലും 233 ക്വസ്റ്റ്യൻ ചോദിച്ചെടുത്ത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് 217 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ഫാർ എളുപ്പമാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലിസ്റ്റിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഉൾപ്പെടുത്തിയിരിക്കണം 100%. കറണ്ട് ഇലക്ട്രിസിറ്റി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആർക്കാണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സിനാണ്. അത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇഫക്ട് ഓഫ് കറണ്ടിന് കൊടുക്കണം. കാര്യം എന്താ? മാഗ്നറ്റിക് ഇഫക്ട് ഓഫ് കറണ്ടിൽ നിന്ന് 189 ചോദിച്ചപ്പോൾ ഇൻഡക്ഷനും AC-യും കൂടെ ചേർന്നിട്ട് 203 ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അവിടുന്ന് ആ ഒരു ഐഡിയ ഏകദേശം കിട്ടും.
ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. അപ്പം നമ്മൾ ഇപ്പൊ പറഞ്ഞ ക്ലാസ് 12 വോളിയം 1 ഏറ്റവും പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ട ചാപ്റ്റർ ഏതാ? ഒബ്വിയസ്ലി കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റി സ്പെസിഫിക്കലി ഞാൻ നിങ്ങളോട് എടുത്ത് പറയുന്നു. നമ്മൾ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ മറ്റേ വിട്ട് കളയാനാണോ? ഒരിക്കലും അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻസ് അവന് കൊടുക്കുക എന്നുള്ളതാണ്. അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പാർട്ട് 2, നിങ്ങളുടെ പ്ലസ് 2 പാർട്ട് 2 ടെക്സ്റ്റിലേക്ക് പോകാം. വോളിയം 2 ടെക്സ്റ്റ് പിക്ക് ചെയ്താൽ വോളിയം 2 നമുക്കറിയാം കുറെ നല്ല നല്ല ചാപ്റ്ററുകളുണ്ട്. എസ്പെഷ്യലി റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ് പോലത്തെ ചാപ്റ്ററുകളുണ്ട്. മോഡേൺ ഫിസിക്സ് ഒക്കെ വരുന്നുണ്ട്. ആറ്റം, ന്യൂക്ലിയർ, ഡ്യുവൽ നേച്ചർ വരുന്നുണ്ട്. പാർട്ട് 2 ടെക്സ്റ്റ് നിങ്ങളുടെ പ്ലസ് 2 പാർട്ട് 2 വോളിയം 2 ടെക്സ്റ്റിൽ നിന്ന് എന്നോട് സ്പെസിഫിക്കലി കുറച്ച് ദിവസങ്ങൾ ഇനി ഞാൻ ഏത് പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ ഏതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ 100% മോഡേൺ ഫിസിക്സ്. മോഡേൺ ഫിസിക്സിന്റെ വെയിറ്റേജ് വേറെ തന്നെയാണ്. മോഡേൺ ഫിസിക്സിനെ വെച്ച് നോക്കുമ്പോൾ, മോഡേൺ ഫിസിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും ഒക്കെ വളരെ ഡിഫിക്കൽട്ട് ചാപ്റ്റർ ആണ്. റേ ഒപ്റ്റിക്സ് എന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി ക്വസ്റ്റ്യൻ ആയിരിക്കും. ചാപ്റ്റർ ഡിഫിക്കൽട്ട് ആണ്, അത് അത്രമാത്രം പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് അത് പഠിക്കണ്ടെന്നല്ല, പക്ഷെ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ അതിനേക്കാളും 10 ഇരട്ടി സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ ആയ മോഡേൺ ഫിസിക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഡേൺ ഫിസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. കാരണം റേ ഒപ്റ്റിക്സിൽ നിന്ന് 132 ക്വസ്റ്റ്യൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ചോദിച്ചപ്പോൾ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന 3 ചാപ്റ്ററുകൾ, ആ 3 ചാപ്റ്ററുകൾ അത്ര അതിമാരക ചാപ്റ്ററുകളല്ല, 3 കുഞ്ഞൻ ചാപ്റ്ററുകൾ ചേരുന്നതാണ് മോഡേൺ ഫിസിക്സ്. 281 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അപ്പൊ വോളിയം 2 എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് മോഡേൺ ഫിസിക്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റും മാത്തമാറ്റിക്സ് ഇൻ ഫിസിക്സും അതേപോലെ എക്സ്പെരിമെന്റൽ ഫിസിക്സും. മാത്തമാറ്റിക്സ് ഇൻ ഫിസിക്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, എല്ലാ ക്വസ്റ്റ്യൻസിനകത്തും മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. പക്ഷെ പ്യുവർ മാത്സ് റിലേറ്റഡ് ആയിട്ട് തരുന്ന ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പല ചാപ്റ്ററുകളിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഈവൻ മാത്സിലെ നല്ല ആപ്ലിക്കേഷൻ ഒക്കെ കയറി വരും. അത് 75 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ എക്സ്പെരിമെന്റ് ഇൻ ഫിസിക്സ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? എക്സ്പെരിമെന്റൽ ഇൻ ഫിസിക്സ് എന്ന് പറയുമ്പോൾ സ്ക്രൂ ഗേജ്, വെർനിയർ കാലിപ്പർ പോലത്തെ അതുപോലത്തെ റേ ഒപ്റ്റിക്സിൽ നിന്നുള്ള എക്സ്പെരിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് 37 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏകദേശം എക്സാമിന് ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് പ്രോപ്പർ ആയിട്ട് പാർട്ട് 1 ടെക്സ്റ്റിൽ നിന്ന് ഏത് പഠിക്കണം, അതുപോലെ പാർട്ട് 2 ടെക്സ്റ്റിൽ നിന്ന് ഏത് പഠിക്കണം, പാർട്ട് പ്ലസ് 2 എത്തുമ്പോൾ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പാർട്ട് 1 ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആയിരുന്നു. ബിക്കോസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ട്. അതുപോലെ ചാപ്റ്ററിന്റെ ഈസിനെസ് കൂടെ നോക്കിയിട്ടായിരുന്നു അല്ലെ. അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തത് കൈനമാറ്റിക്സിനായിരുന്നു. അതേപോലെ പ്ലസ് 1 പാർട്ട് 2 ടെക്സ്റ്റിൽ എത്തിയപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത് തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറിക്കായിരുന്നു. അതേപോലെ തന്നെ പ്ലസ് 2 പാർട്ട് 1 എത്തിയപ്പോൾ നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തത് കറണ്ട് ഇലക്ട്രിസിറ്റി, അത് കഴിഞ്ഞ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്കായിരുന്നു. പ്ലസ് 2 പാർട്ട് 2 എത്തിയപ്പോൾ നമ്മളത് മോഡേൺ ഫിസിക്സിനുമാണ് കൊടുത്തത്. അപ്പൊ ഈ പറഞ്ഞ ചാപ്റ്ററുകൾ ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കാതിരിക്കരുത്. അത് പഠിക്കാതെ എക്സാം ഹാളിലേക്ക് പോകരുത് എന്നാണ് കഴിഞ്ഞ 5 വർഷം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് ഈ ഞാൻ കിറ്റി സാറോടെ കഴിഞ്ഞ ദിവസം ഇരുന്ന് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഏതൊക്കെ ചാപ്റ്ററുകൾ നോക്കാം. അതായത് നിങ്ങളുടെ കൺസേൺ, ഇപ്പൊ നിങ്ങൾ മാത്സിൽ ഹൈലി ടോപ്പർ ആണ്, അല്ലെ കെമിസ്ട്രി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറിയാം, ഫിസിക്സ് കുറച്ച് വീക്കാണ്. മാത്സിന് ടോപ്പർ ആണെങ്കിൽ ആ കുട്ടി ഫിസിക്സിന് വീക്ക് ആവാൻ സാധ്യതയില്ല. മാത്സിന് ടോപ്പർ ആണ്, ഒബ്വിയസ്ലി അവൻ അതിനേക്കാൾ അടിപൊളിയായിട്ട് ഫിസിക്സ് പഠിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നമുക്കിപ്പോ സപ്പോസ് ഫിസിക്സിന് ഒരു 50 to 60 മാർക്ക് 2024 എല്ലാ ഷിഫ്റ്റിനോട് നടന്ന ക്വസ്റ്റ്യന്റെ അനാലിസിസ് ആണ് കേട്ടോ. 2024 നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ 10 ചാപ്റ്റർ പഠിച്ചാൽ ഏതാണ്ട് 50 to 60 ക്വസ്റ്റ്യൻ ആണ്, 50 to 60 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കറണ്ട് ഇലക്ട്രിസിറ്റി, AC, അങ്ങനെ മോഡേൺ ഫിസിക്സ് വഴി കയറി അവസാനം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ വരെ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് 50 തൊട്ട് 60 മാർക്ക് വരെയാണ് കിട്ടുന്നത്. അത്രയും മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. JEE മെയിൻസ് 2024 അനാലിസിസ് മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞത്. അതേപോലെ നിങ്ങൾക്കിപ്പം സ്ക്രീനിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ചാപ്റ്റർ വെയിറ്റേജ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു 30 to 40 മാർക്ക് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 9 ചാപ്റ്ററുകളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റിക് ഇഫക്റ്റ്, വേവ് ഒപ്റ്റിക്സ്, സെമി കണ്ടക്ടർ, 1D വർക്ക് എനർജി അപ് ടു യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് വരെയുണ്ട്. അത് നമുക്ക് ഒരു 30 to 40 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ ഈ ചാപ്റ്ററുകൾ കഴിഞ്ഞ വർഷം സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതേപോലെ 10 തൊട്ട് ഒരു 20 മാർക്ക് വരെയാണ് നമ്മളെ സഹായിച്ചിരിക്കുന്നത് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, റൊട്ടേഷൻ, മാഗ്നറ്റിക് ആൻഡ് മാറ്റർ, വേവ്, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് മാത്രം, 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് മാത്രം നോക്കിയാൽ ഇത് JEE 2024 മാത്രമാണെന്ന് നിങ്ങൾ ആലോചിക്കുക.
അപ്പൊ നമുക്ക് ഈ 24-ൻ്റെതൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും 50 തൊട്ട് 60 മാർക്ക് വരെ വാങ്ങാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത കുറെ ചാപ്റ്ററുകൾ ഞാനിപ്പോ തന്നിട്ടുണ്ട്, ലിസ്റ്റ് ഞാൻ തന്നിട്ടുണ്ട് അല്ലെ. അതിനകത്ത് കറണ്ട് ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ട്, അതിനകത്ത് ഗ്രാവിറ്റേഷൻ വന്നിട്ടുണ്ട്, അതിനകത്ത് മോഡേൺ ഫിസിക്സ് വന്നിട്ടുണ്ട്, അതിനകത്ത് തെർമോഡൈനാമിക്സും കൈനറ്റിക് തിയറിയും വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷവും അവര് മുൻതൂക്കത്തിൽ നിൽക്കുകയായിരുന്നു, അതിനകത്ത് ലോസ് ഓഫ് മോഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ ആൾക്കാർ ആ ചാപ്റ്ററുകൾ 2024-ലും നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ട ചാപ്റ്ററുകളാണെന്ന് മനസ്സിലായി. കഴിഞ്ഞ 5 വർഷത്തെ അനാലിസിസ് നടത്തിയപ്പോഴും നമുക്ക് മനസ്സിലായി ഇതിൽ പല ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ 2025-ലെ നീറ്റിനും നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. എല്ലാം എക്സ്പെക്ടേഷൻസ് ആണല്ലോ, അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരാൾക്കും 2025-ൽ ഇതേ ചോദിക്കുന്നു ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ പ്രൊഡിക്ഷൻ ഒന്നും ഒരിക്കലും ആർക്കും പറ്റത്തില്ല. ഇനി പറ്റുന്നവരുണ്ടാവും, ഒബ്വിയസ്ലി എനിക്കത് അറിയില്ല, ഇത് തന്നെ ചോദിക്കും, അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് അനാലിസിസുകളും ചാർട്ട് പാറ്റേൺസുകളും ഇതുവരെ നടന്ന എക്സാമിന്റെ ഫോർമാറ്റും ഒക്കെ കണ്ടിട്ട് ഏകദേശം ഒരു അസംഷൻസ് പറയാം. അപ്പൊ എനിക്ക് തോന്നിയത് ഈ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോഴും 2024 മാത്രം അനലൈസ് ചെയ്തപ്പോഴും കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ്, ഗ്രാവിറ്റേഷന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ്, ഹീറ്റ് തെർമോഡൈനാമിക്സിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്, മോഡേൺ ഫിസിക്സിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഞാൻ എടുത്തു പറഞ്ഞിരിക്കുന്നു. വെരി ഇമ്പോർട്ടന്റ്. മക്കളെ അത് വിട്ടുകളയരുത്. ഇനി നമുക്ക് 10 ദിവസമേ ഉള്ളൂ. അപ്പൊ ഈ 10 ദിവസം ഈ മുഴുവൻ ചാപ്റ്റർ ഇരുന്ന് പഠിക്കാനാണോ? അല്ല. ആ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ അനാലിസിസിന് ശേഷം അടുത്ത 10 ദിനം എന്ത് ചെയ്യണം? അടുത്ത 10 ദിവസം, ഈ 10 ദിവസത്തിനെ ഞാൻ രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുന്നു. 7-3 എന്ന് ഞാൻ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. 7 ദിവസം 3 ദിവസമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് 10 ദിവസമാണുള്ളത്. ഈ 10 ദിവസത്തിൽ ആദ്യത്തെ 7 ദിവസം ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, MCQ, അതേപോലെ ഞാൻ ഓൾറെഡി, ഇപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. അതേപോലെ ഞാൻ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ടുകളും അല്ലെങ്കിൽ ഇക്വേഷൻസ് എഴുതി വെച്ച ഒരു ബുക്ക്ലെറ്റ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പുകളൊക്കെ ഉണ്ടാവും. അത് മാത്രം നോക്കുക. ഒരു കാരണവശാലും ഒരു ചാപ്റ്റർ ഒന്നേന്ന് പഠിക്കാനൊന്നും നമ്മൾ തീരുമാനം എടുക്കരുത്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനിയും ചെയ്യേണ്ട കാര്യം അതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇനിയും നിങ്ങൾ നോക്കേണ്ട മെറ്റീരിയൽ എന്താണെന്ന് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ നോക്കേണ്ട ഒരൊറ്റ മെറ്റീരിയൽ ആണെന്ന് ഞാൻ കോൺഫിഡൻസോടെ പറയും. ദാറ്റ് ഈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഉറപ്പായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വായിച്ചിരിക്കണം. എന്ന് ഇനിയും വരാൻ പോകുന്ന 7 ദിവസം. അത് കഴിഞ്ഞ് നമുക്ക് 3 ദിവസം കിട്ടും. ആ 3 ദിവസം നിങ്ങൾക്ക് എവിടുന്നൊക്കെ കിട്ടുന്നോ, അത് ഇന്ന മെറ്റീരിയൽ എന്നോ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നോ ഒന്നുമില്ല, ആരൊക്കെ എവിടുന്നൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ മോക്ക് ടെസ്റ്റുകൾ, ആ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അത് കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, ഈ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടുക, മാക്സിമം കണ്ടന്റ് കിട്ടുക എന്നുള്ളതാണ്. മാക്സിമം മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. മോക്ക് ടെസ്റ്റ് എഴുതിയതിനു ശേഷം അതിന്റെ ഡൗട്ട്സുകളും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് നന്നായി പോവുക. മോക്ക് ടെസ്റ്റുകൾ ഏതെങ്കിലും എഴുതി JEE മെയിൻസ് എഴുതാൻ പോകുന്ന എന്റെ എല്ലാ വിദ്യാർത്ഥികളോടും, കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളോടും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു PYQ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു MCQ പ്രാക്ടീസ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, നേരെ ആ ക്വസ്റ്റ്യൻ ഫോട്ടോ എടുക്കുക, താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സ്ആപ്പ് നമ്പർ നമ്മൾ ജെനുവിൻലി കൊടുത്തിരിക്കുന്നത് മറ്റു ആവശ്യങ്ങൾക്കല്ല. കഴിഞ്ഞ ദിവസം കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു, സാർ വേറെ കുറെ കാര്യങ്ങൾ ആ മെസ്സേജിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾക്കല്ല ഞങ്ങൾ ആക്ച്വലി ആ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നത്. ആ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നത് രണ്ട് ആവശ്യങ്ങൾക്കാണ്. ഒന്ന്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് വേണമെങ്കിൽ അതിലൊരു മെസ്സേജ് ആയിട്ട് സജസ്റ്റ് ചെയ്യാം. സാർ ഇന്ന ടോപ്പിക് ഒന്ന് എടുത്തു തരാൻ പറ്റുമോ ചോദിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനുമല്ല, നമ്മൾ ആ വാട്സ്ആപ്പ് നമ്പറിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് എഡ്യൂക്കേറ്റർ ലേണിംഗിലെ അധ്യാപകനോട് ഡൗട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫോട്ടോ എടുത്ത് ഷൂട്ട് ചെയ്യുക, അത് സാറ് സോൾവ് ചെയ്ത്, കിറ്റി സാറാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്, സാർ അത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് ആൻസർ തന്നിരിക്കും, 100% ഷുവർ. അപ്പൊ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളും PYQ ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടാവാം, നിങ്ങൾ അതിലേക്ക് ഫോട്ടോ എടുത്തിട്ടോളൂന്നേ, നമ്മളത് ചെയ്തു തരാം, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ക്ലിയർ ആണല്ലോ. ഇനിയും ആദ്യത്തെ 7 ദിവസത്തിൽ നമുക്ക് ആ ആദ്യത്തെ 7 ദിവസത്തിനെയും കൂടെ ഒരു പ്രോപ്പർ റുട്ടീനിലേക്ക് എത്തിക്കാം. ആദ്യത്തെ 7 ദിവസം ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും MCQസും ഒക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അവസാനത്തെ 3 ദിവസമാണ് മോക്ക് ടെസ്റ്റിനൊക്കെ കൂടുതൽ പ്രിപ്പറേഷൻ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇനി ആ ആദ്യത്തെ 7 ദിവസത്തിനെ നമുക്കൊന്ന് അതിൽ ഒരു ദിവസം എങ്ങനെ പോകണം എന്നൊന്ന് പ്ലാൻ ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കയ്യിൽ 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. ഈ 24 മണിക്കൂറിൽ നിങ്ങൾ ഇനി ഉറപ്പിക്കുക, ഇത് അവസാന പ്രിപ്പറേഷനാണ്, അതുകൊണ്ട് നിങ്ങൾ ഇനി ഉറപ്പിക്കുക 15 മണിക്കൂർ ഞാൻ പഠിക്കും, ഉറപ്പിച്ചേ പറ്റത്തുള്ളൂ.
അത് നിങ്ങൾ 100% ഉറപ്പിക്കണം. അതും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മക്കളെ കഷ്ടപ്പെടും. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഒരിക്കലും എത്തുകയില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്താൻ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കുക, JEE മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കളോടും എല്ലാ കുട്ടികളോടും ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, നമുക്ക് 2 അവസരമാണുള്ളത്. ജാനുവരിയിൽ ഒരു അവസരമുണ്ട്, ഏപ്രിൽ ഒരു അവസരമുണ്ട്. ജാനുവരിയിൽ എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഒരു എക്സാം എഴുതി നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് മുകളിലേക്ക് ഒരു സ്കോർ എത്തുകയും ചെയ്തു. പക്ഷേ JEE മെയിൻസ് ഉദ്ദേശിച്ച നല്ലൊരു ഹൈ സ്കോറിലേക്ക് എത്തിയില്ല, പക്ഷെ ഒരു മിനിമം സ്കോറിന് മുകളിൽ എത്തിയാൽ ഏപ്രിലെ എക്സാം എഴുതാൻ പോകുന്ന നമ്മുടെ കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും. അത് നിങ്ങൾ ആലോചിക്കുക. അപ്പം നിങ്ങൾ ഈ സമയം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യത്തെ 7 ദിവസത്തിന്റെ ഓരോ ഡേ എങ്ങനെ പോകണമെന്ന് പ്ലാൻ ചെയ്യാം. ഓരോ ഡേ അല്ല, ആ 7 ദിവസം ഞാൻ ഈ പറയുന്ന പോലെ കൊണ്ടുപോകാനൊന്ന് ശ്രമിക്കുക. 24 മണിക്കൂറിൽ 15 മണിക്കൂർ പഠനത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. 6 മണിക്കൂർ എന്തായാലും ഉറങ്ങിയേ പറ്റത്തുള്ളൂ. അപ്പൊ 21 മണിക്കൂറായി. ബാക്കി ഇനി 3 മണിക്കൂറേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ ഡെയിലി റുട്ടീൻസ് മുഴുവൻ കാര്യങ്ങളും ആ 3 മണിക്കൂറിൽ തീർക്കണം. 3 മണിക്കൂറിൽ തീർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുളിക്കുന്നതായിക്കോട്ടെ, ആഹാരം കഴിക്കുന്നതായിക്കോട്ടെ, പേരൻസുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ടതെന്നല്ല, സോഷ്യൽ മീഡിയ ഉറപ്പായിട്ട് യൂസ് ചെയ്യാം, പക്ഷെ അത് പഠന കാര്യത്തിന് മാത്രം യൂസ് ചെയ്യുക. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ് വീഡിയോസും ക്ലാസ്സുകളും കാണണമെങ്കിൽ സോഷ്യൽ മീഡിയ കയറേണ്ടി വരും. പക്ഷെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, പക്ഷെ അത് പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. സ്റ്റഡി ടൈം 15 മണിക്കൂർ ക്ലിയർ. 6 മണിക്കൂർ ഉറങ്ങുന്നു, ബാക്കി 3 മണിക്കൂർ നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാറ്റിവെക്കാം. ഇനിയുള്ള 10 ദിവസം അത് ചെയ്തേ പറ്റൂ. 15 മണിക്കൂർ നമ്മൾ അത് മാറ്റിവെക്കണം. അപ്പൊ ഈ 15 മണിക്കൂറിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? റൗണ്ട് ഓഫ് ചെയ്തോ. 5 മണിക്കൂർ മാത്സ്, 5 മണിക്കൂർ ഫിസിക്സ്, 5 മണിക്കൂർ കെമിസ്ട്രി. അതിൽ തന്നെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ടോപ്പിക് ഏതാണ്? നിങ്ങൾക്ക് മാത്സ് ആണോ ഡിഫിക്കൽട്ട്? നിങ്ങൾ ഏറ്റവും ഹൈ ക്വാളിറ്റി ടൈമിൽ പഠിക്കുന്ന സമയത്ത് മാത്സ് പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഫിസിക്സ് ആണോ ഡിഫിക്കൽട്ട്? ഏറ്റവും ഹൈ ക്വാളിറ്റി സമയത്ത് നിങ്ങൾ ഫിസിക്സ് പഠിക്കുക. നിങ്ങൾക്ക് കെമിസ്ട്രി ആണോ ഏറ്റവും ഡിഫിക്കൽട്ട്? നിങ്ങൾ ആ സമയത്ത് കെമിസ്ട്രി പഠിക്കുക. പക്ഷെ 5 മണിക്കൂർ മാത്സിന് അലോട്ട് ചെയ്യുക, 5 മണിക്കൂർ ഫിസിക്സിന് അലോട്ട് ചെയ്യുക, 5 മണിക്കൂർ കെമിസ്ട്രിക്ക് അലോട്ട് ചെയ്യുക. അതെന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ. ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്റെ സ്റ്റുഡൻസ് എല്ലാവരും ഒരു കാരണവശാലും ഈ 10 ദിവസം ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് ആ സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്നുമില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. 1, അറിയാത്ത ഒരു പുതിയ ചാപ്റ്റർ ഇനിയും പഠിക്കാൻ തീരുമാനിക്കരുത്. ഇനിയും ആ ചാപ്റ്ററിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വെയിറ്റേജ് വൈസ് ഞാൻ ഓൾറെഡി കുറെ ചാപ്റ്ററുകൾ പറഞ്ഞിരുന്നു അല്ലെ. അതിലിപ്പോ ഫോർ എക്സാമ്പിൾ മോഡേൺ ഫിസിക്സ് ഞാൻ വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതൊട്ട് അറിയുകയില്ല എന്ന് വിചാരിക്കും. അപ്പൊ വെയിറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു, ആ ചാപ്റ്റർ നമുക്ക് അറിയുകയില്ല. എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയറിലെ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു സുഹൃത്ത്, നന്നായി പഠിക്കുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അധ്യാപകൻ, അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക് ഏതാണ്. ഏറ്റവും നല്ലത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് ചോദിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും എളുപ്പ വഴി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് എന്ന്. ആ ടോപ്പിക്ക് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അല്ലാതെ ഒരു ചാപ്റ്റർ മുഴുവനും ഇനി പഠിക്കാൻ നിൽക്കരുത്. അത് നിങ്ങളൊന്ന് സ്പെസിഫിക്കലി ശ്രദ്ധിക്കുക. 2, നിങ്ങളുടെ ഉറക്കം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഇപ്പൊ 2ാമത്തെ പോയിന്റ് എല്ലാവർക്കും സന്തോഷം കിട്ടിയ കാര്യമാണെന്ന് എനിക്കറിയാം. 2ാമത്തെ പോയിന്റ് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. ഉറക്കം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അത് ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇനിയും നമ്മൾ ഒരു കാരണവശാലും ഡെറിവേഷൻസ് ഒന്നും പഠിക്കാൻ നിൽക്കരുത്. അതായത് ഒന്നിന്റെയും ഡെറിവേഷൻ പഠിക്കാൻ നിൽക്കരുത്. ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യുക. ഇനി അതേ സമയമുള്ളൂ. ഞാൻ ഒരിക്കലും ആരെയും വെറുതെ ബൈഹാർട്ട് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനുഷ്യനല്ല. പക്ഷെ ഈ അവസാനത്തെ 10 ദിവസം ഇനി നിങ്ങൾ ഡെറിവേഷൻ പഠിക്കാൻ നിൽക്കരുത്. ഒരു കാരണവശാലും പഠിക്കരുത്. ഇക്വേഷൻസ് ഡയറക്ട്ലി ബൈഹാർട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ. പിന്നെ ചിലർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ 1 ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ചിലർക്ക് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ മാത്സിലേക്ക് പോയാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സെറ്റ് ചിലർക്ക് ഈസി ആയിരിക്കും. അല്ലെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ചിലർക്ക് ഈസി. അങ്ങനെ പലർക്കും പല ചാപ്റ്റർ. ഈ ഈസി ചാപ്റ്ററിൽ അങ്ങ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. കാര്യം എല്ലാം അറിയാം. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ അത് നിങ്ങൾ ഓർക്കുക. സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ എ സ്പെസിഫിക് ചാപ്റ്റർ അത് ചെയ്യാൻ പാടില്ല. ഒരു സിംഗിൾ ചാപ്റ്ററിൽ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യരുത് മക്കളെ. അത് ക്ലിയർ ആണോ? സെറ്റ് ആണോ? അതുപോലെ നിങ്ങളോട് മോക്ക് ടെസ്റ്റ് എഴുതാൻ പറയുന്നുണ്ട്. ഇപ്പൊ അവസാനത്തെ 3 ദിവസമൊന്നും ആയിരിക്കില്ല. എല്ലാം പഠിച്ചു കഴിഞ്ഞ കുട്ടി ചിലപ്പോൾ ഇപ്പോഴേ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഒരു കാരണവശാലും ഒരു ചാപ്റ്ററിന്റെ മാത്രമായ മോക്ക് ടെസ്റ്റ് എഴുതണ്ട. മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചാപ്റ്ററിന്റെ മാത്രം എഴുതണ്ട.
ഫിസിക്സിന്റെ മാത്രം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 90 ക്വസ്റ്റ്യൻ ഉള്ള 30 ഫിസിക്സ്, 30 കെമിസ്ട്രി, 30 മാത്സ് അടങ്ങുന്ന 90 ക്വസ്റ്റ്യൻ ഉള്ള മോക്ക് ടെസ്റ്റ് എഴുതുന്നതാണ് കൂടുതൽ ബെറ്റർ. ഇനി അത് കിട്ടാനില്ല, അതിനുള്ള സാഹചര്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ. പക്ഷെ ബെറ്റർ നിങ്ങൾ എല്ലാ ചാപ്റ്ററും എല്ലാ സബ്ജക്റ്റുകളുടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് എഴുതാൻ നിങ്ങൾ ശീലിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ചിലര് ഇങ്ങനെ ഈ പല ചാനലുകൾ തപ്പി നടന്ന് അതിനുവേണ്ടി അത് നല്ല ക്ലാസ് എനിക്ക് അവിടെ കിട്ടും, നല്ല ക്ലാസ് എനിക്ക് അവിടെ കിട്ടും എന്ന് പറഞ്ഞ പല ചാനൽ തപ്പി നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കും. അത് വേണ്ട, അത് ചെയ്യണ്ട. നിങ്ങളുടെ ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുക. അതാണ് നിങ്ങൾ ഇനിയും കൊടുക്കേണ്ട സമയം. പിന്നെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാതെ സമയം കളയരുത്. സോഷ്യൽ മീഡിയയിൽ ചുമ്മാതെ റീൽസും എടുത്ത് വെച്ച് കാണുക, ഒന്ന് കുറച്ചു നേരം പഠിച്ച് എന്നാ ഞാൻ ഇനി ഒന്ന് റിലാക്സ്ഡ് ആയേക്കാം, അത് വേണ്ട. അത് വേണ്ടതാണ് എന്റെ പേഴ്സണൽ സജഷൻ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങളാണ് അത്. പക്ഷെ അത് അടുത്ത 10 ദിവസമൊക്കെ ചെയ്യാൻ പാടില്ലെന്നാണ് എന്റെ സജഷൻ. പിന്നെ അതേപോലെ അടുത്തൊരു കാര്യമാണ്, നിങ്ങൾക്ക് എക്സാം സെന്റർ എവിടെയെങ്കിലും ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വേറെ പല സെന്ററുകളിലായിട്ട് പല ജില്ലകളിൽ പഠിക്കുന്ന ആൾക്കാരാവാം, മേ ബി ആവാം. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ എക്സാം സെന്റർ വേറെ സ്ഥലമാവാം, അല്ലെ വീട്ടിൽ തന്നെ സെയിം ജില്ലയിൽ തന്നെ. ഇപ്പൊ വലിയ ജില്ലകളൊക്കെ എടുത്താൽ നമ്മുടെ വീട് നിൽക്കുന്ന ഒരു സ്ഥലത്തും നമുക്ക് എക്സാം സെന്റർ അങ്ങ് ദൂരെ 50 കിലോമീറ്റർ മാറിയായിരിക്കും. ഇനി എക്സാമിന് എങ്ങനെ പോകണം? കാറിൽ പോവോ, ലോറി പിടിച്ചു പോവോ, ട്രെയിന് പോകുമോ, ഫ്രണ്ട്സുമായിട്ട് ഡിസ്കഷൻ, ഫ്രണ്ട്സിന്റെ കൂടെ പോണോ, കസിന്റെ കൂടെ പോണോ, അമ്മാവിന്റെ കൂടെ പോണോ, ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഡിസ്കഷന് നിങ്ങളെ നിൽക്കണ്ട. നമ്മളെ മര്യാദയ്ക്ക് നോക്കുന്ന, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അച്ഛനും അമ്മയും നമുക്കുണ്ടാവുമല്ലോ, നമുക്കൊരു സഹോദരൻ ഉണ്ടാവുമല്ലോ. അവരോട് കാര്യം പറയുക. എക്സാം ഇന്ന ദിവസമാണ്, ഇന്ന സ്കൂളിൽ വെച്ചിട്ടാണ്, എനിക്ക് ഇത്ര മണിക്ക് അവിടെ എത്തണം, അവിടെ എത്തിക്കാനുള്ള വഴി എന്താന്ന് വെച്ചാൽ നോക്കിക്കോണം, ഞാൻ റെഡിയായി അങ്ങ് എത്തുമ്പോ എന്നെ കൊണ്ടുവിട്ടോണം. ദാറ്റ്സ് ഓൾ. നിങ്ങൾ അതിന് തലവേദന എടുക്കാൻ നടക്കണ്ട. ക്ലിയർ ആണോ മക്കളെ? ഇനി റൈറ്റ് നൗ നിങ്ങൾ ഇപ്പം സ്ക്രീനിൽ കാണുന്ന പോർഷനിലേക്ക് ഒന്ന് നോക്കുക. നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ ഒന്ന് ഇതിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഒന്ന്, നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു പർട്ടിക്കുലർ വീഡിയോ, ഒരു പുതിയൊരു ടോപ്പിക് എന്നല്ല, ഒരു പെട്ടെന്നൊരു ഡൗട്ട് വന്നു, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും അതൊരു 1.5x 2x ഒക്കെ ഇട്ട് കാണാം. 2x ഇട്ട് കണ്ടാൽ ചിലപ്പോൾ ചെറിയങ്ങ് പോവായിരിക്കും. അറ്റ്ലീസ്റ്റ് അതൊരു 1.5x ഇട്ട് വേണേ കാണാം. ലാസ്റ്റ് ടൈമാണ്, നമുക്ക് സമയമില്ല. സ്ലോ മോഷനിൽ ഇരുന്ന് കാണാൻ നമുക്ക് സമയമില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ കാര്യം, ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പിക്ക് ചെയ്തിട്ട്, കാര്യം നമ്മൾ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പൊ ഓരോ വർഷത്തെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കൂടുതൽ ടൈം കൊടുക്കും. അതായത് അതിന്റെ തിയറി ഇരുന്ന് പഠിക്കാനല്ല ഞാൻ ഈ പറയുന്നത്, നിങ്ങളത് മനസ്സിലാക്കുക. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇനിയും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് PYQs മാക്സിമം നോക്കുക, മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. പിന്നെ അറ്റ്ലീസ്റ്റ് 6 മണിക്കൂർ ഉറങ്ങാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുക. എക്സാം ആണ്, അയ്യോ ടെൻഷനാണ്, ഇനി സമയം കുറവാണെന്നും പറഞ്ഞ് ചിലര് 4 മണിക്കൂറത്തേക്ക് 3 മണിക്കൂറത്തേക്ക് ഉറക്കം സാക്രിഫൈസ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും കുറച്ച് ബോധമുള്ള ആൾക്കാരല്ലേ, നമ്മൾക്ക് റെസ്റ്റ് വേണ്ട പോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് വേണം. അപ്പൊ നിങ്ങൾ ഒരു 6 hours ഉറങ്ങാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ഒബ്വിയസ്ലി ആവശ്യത്തിലേറെ വെള്ളം കുടിക്കുക, അത് ഉറപ്പായിട്ടും ചെയ്യണം. ആവശ്യത്തിലേറെ വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്ന് പറയും. പിന്നെന്താ, ലാസ്റ്റ് ആൻഡ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. നമുക്ക് നല്ല ആരോഗ്യം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ചുമ്മാ ഇനിയും അവസാന ഘട്ടത്തിൽ ലാസ്റ്റ് പോയി നമുക്ക് തോന്നുന്ന ഫുഡ് വാങ്ങി കഴിക്കുക, ബർഗർ കഴിക്കുക, ജങ്ക് ഫുഡ്സ് അതൊന്നും കഴിക്കാൻ മാക്സിമം ആ വഴിക്കൊന്നും പോവാതിരിക്കുക. പിന്നെ നോൺ വെജ് അങ്ങോട്ട് നിർബന്ധമാക്കണ്ട. ഞാനും വെജിറ്റേറിയൻ ഒന്നും അല്ല, പക്ഷെ നമുക്ക് വേറെ വയറിന്റെ അസുഖം വരാനോ പനി പിടിക്കാനോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനോ പാടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഈ അവസാനത്തെ 10 ദിവസം ചെയ്യാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, കാര്യം ഈ വീഡിയോ കാണുന്ന ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല നല്ല പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാം, അല്ലാത്തത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നെഗ്ലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ മക്കളെ, എല്ലാവരും എക്സാംസ് ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഡ്യൂക്കേറ്റർ ലേണിംഗിൽ നിന്നും നിങ്ങളുടെ സ്വന്തം RRP ആണ് മക്കളെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും എന്റെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.